ഈ കാണുന്നത് NDRF സംഘത്തിന്റെ ഡിങ്കി ബോട്ടാണ്. 3 ടീമുകളായി തിരിഞ്ഞാണ് NDRFും നേവിയും ഇപ്പോൾ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഓരോ ബോട്ടിലും നമുക്ക് കാണാം 5 4 പേരാണ് ഉള്ളത്. അവർ പരിശോധന നടത്തുന്നത് അതിന്റെ ഒരു ഒഴുക്ക് സംബന്ധിച്ചാണ്. അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ട്, മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. KB ശ്രീധരൻ അവിടെ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്ന് പറയൂ. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും വ്യക്തതയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുനിന്ന് കാണുന്നത്. 2 ബോട്ടുകളിലായി ഏതാണ്ട് 10 മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോൾ ഈ പുഴയിൽ പരിശോധന നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇപ്പോൾ ബോട്ടിന്റെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒഴുക്കിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബോട്ട് വീണ്ടും പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ഒഴുക്ക് വളരെ ശക്തമാണ് പുഴയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏതായാലും ആ മൺകൂനയ്ക്ക് സമീപം ആണ് ഇപ്പോൾ 2 ബോട്ടുകളും റഡാർ പരിശോധന നടത്തുന്നത്. ഈ കരയിൽ നിന്ന് 50 മീറ്റർ ദൂരത്താണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നമുക്ക് സിഗ്നലുകൾ ലഭിച്ചത്, ലോഹ സാന്നിധ്യം കണ്ടെത്തിയത്. നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ 4 ലോഹ സാന്നിധ്യങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയത്. അതിൽ ആദ്യത്തേത് ഈ സുരക്ഷാ വേലികൾ, ദേശീയപാതയെയും പുഴക്കരയെയും വേർതിരിക്കുന്ന സുരക്ഷാ വേലി. 2 ഇതിലെ ഒരു ഇലക്ട്രിക് ടവർ ഉണ്ടായിരുന്നു. ആ ഇലക്ട്രിക് ടവർ. 3ാമതാണ് അർജുന്റെ ലോറി എന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ ലോറി ഇവിടെ ഒരു സിഗ്നലുകൾ ലഭിച്ചത്. 4ാമത്തെ സ്പോട്ടിൽ ലഭിച്ച ഒരു കാര്യം, ഈ ടാങ്കർ ലോറി ഒരെണ്ണം അപകടത്തിൽപ്പെട്ടിരുന്നു, തമിഴ്നാട് സ്വദേശിയുടെ. ആ ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഭാഗമാണ് ലഭിച്ചത്. ഇങ്ങനെ 4 സ്പോട്ടുകൾ ലഭിച്ചു. ഈ 4 സ്പോട്ടുകളിലും പരിശോധനകൾ നടത്തി, വ്യക്തമായിട്ടുള്ള പരിശോധന നടത്തി. ഇപ്പോൾ ഈ 50 മീറ്റർ അകലെ 5 മീറ്റർ താഴ്ചയിലുള്ള ആ ഇടത്താണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ കൂടിയാണ്. അധികം റഫല്ലാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം പരമാവധി ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. നോക്കൂ, ആദ്യം കാണുന്ന തീരത്തോടെ ഏറ്റവും അടുത്തുള്ള ബോട്ട് എഞ്ചിൻ ഓഫ് ചെയ്ത് അവർ പരിശോധന നടത്തുമ്പോൾ അത് എത്ര വേഗത്തിലാണ് പുറകോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും വലിയ ഒഴുക്ക് പുഴയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നേരിട്ട് തന്നെ കാണാനാകുന്നുണ്ട്. ഒരു വശത്ത് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒഴുക്കിനെ ഗതിച്ച് വിടാൻ, പുഴയുടെ തീരത്തേക്കുള്ള ഒഴുക്കിന്റെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ബോട്ടുകൾ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഏതായാലും വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുഴയിൽ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ ഡ്രോൺ പരിശോധന നടത്തിയ സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള മേജർ ജനറൽ ഇന്ദ്രപാലൻ, അദ്ദേഹത്തിന്റെ സംഘം ഇന്ന് 3 മണിയോടുകൂടി ഈ റിപ്പോർട്ട് സംബന്ധിച്ച ഒരു അന്തിമമായിട്ടുള്ള പ്രതികരണം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ നമുക്ക് ഈ വെള്ളത്തിനടിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് തെർമൽ ഇമേജിംഗ് ഉൾപ്പെടെ, സ്കാനിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ കാര്യമായിട്ട് ഒരു പുരോഗതി ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ പ്രതികരണം മേജർ ജനറലിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് കലി തുള്ളി ഒഴുകുകയാണ് ഗംഗാവലി നദി. ഇതിലൂടെ തടിക്കഷ്ണങ്ങളൊക്കെ ഒഴുകിപ്പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ രാവിലെ മുതൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പുഴ എന്നുള്ളത് അത്യാവശ്യം ഈ കൊങ്കൺ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു നദികളിലൊന്നാണ്. ഇതിലേക്ക് നിരവധി കൈവഴികൾ വന്നു ചേരുന്നുണ്ട്. നിരവധി കൈത്തോടുകൾ വന്നു ചേരുന്നുണ്ട്. അങ്ങനെയുള്ള ഈ പുഴയിലേക്ക് മലനാട്ടിൽ നിന്ന് ഒഴുകുന്ന പെയ്ത്ത് വെള്ളം മുഴുവൻ പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പുഴയിൽ വലിയ നീരൊഴുക്കിന് കാരണമാകുന്നത്.
അതായത് ഇവിടെ പെയ്യുന്ന മഴ മാത്രമല്ല, മലനാട്ടിൽ പെയ്യുന്ന ഈ മഴവെള്ളം, പെയ്ത്തുവെള്ളം മുഴുവൻ ഗംഗാവലിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അങ്ങനെ ഈ വെള്ളത്തിനൊപ്പം വൻതോതിൽ ചേറും അടിഞ്ഞുകൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 50 മീറ്റർ പരിധിയിൽ എവിടെയെങ്കിലും 50 മീറ്റർ പരിധിയിൽ ട്രക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയ ആ ഭാഗത്തേക്ക്, അതിനടിയിലേക്ക് ഈ ലോഹഭാഗങ്ങൾ ഉള്ള ആ ഭാഗത്ത് ചെളി കൂടുതൽ അടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്ര അളവിൽ ആ ചെളി അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നറിയുക ഇനിയുള്ള രക്ഷാദൌത്യത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ആ കാര്യം നിർണായകമാണ്.